നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. കാരണം ഓണത്തിൻ്റെ തിരക്കുകളായിരുന്നു. അതിന് മുന്നേ എൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പം ഏകദേശം 2-3 ആഴ്ചയോളമായി വീഡിയോസ് ഇട്ടിട്ട്, അതുപോലെ തന്നെ 2-3 ആഴ്ചയോളമായി കൃത്യമായിട്ട് പഠിച്ചിട്ട്. അപ്പോൾ ഓണത്തിന് ശേഷമുള്ള ഒരു റീസെറ്റ് സ്റ്റഡി വ്ളോഗാണ്. ഓണത്തിന് ശേഷം വീണ്ടും നമ്മൾ പഠിത്തത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകളെന്ന് പറയുമ്പോഴത്തേക്കും SBCID എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി തലത്തിലുള്ള പരീക്ഷ ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രിലിമിനറി എക്സാം ഏകദേശം ഡിസംബർ ജനുവരിയോട് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ ഇപ്പോൾ ലൈവായിട്ടുള്ള ഡിഗ്രി ലെവൽ ഉള്ളവർക്ക് അയക്കാൻ പറ്റുന്ന ഒരു എക്സാം ഉണ്ട്. അത് ഞാൻ അയച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അയച്ചിട്ടില്ലെങ്കിൽ അത് അയക്കാവുന്നതാണ്. പിന്നെ ഡിസംബറിൽ വരാൻ പോകുന്ന 10th ലെവൽ നോട്ടിഫിക്കേഷൻസ് ആണ്. ബെവ്കോ LDC വരുന്നുണ്ട്, അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. ഈ 2 എക്സാംസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നിയമനമുള്ള എക്സാംസാണിത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിയമനങ്ങളുള്ള ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS. 7ാം ക്ലാസ്സിന് മുകളിൽ എല്ലാവർക്കും അയക്കാവുന്നതാണ്. അതും ഡിസംബറിൽ വിളിക്കും. ഇതുകൂടാതെ ഡിഗ്രി ഉള്ളവർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, KSEBയിലേക്കൊക്കെ നിയമനം കിട്ടുന്ന, കോർപ്പറേഷനിലേക്ക് നിയമനം കിട്ടുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാംസും വിളിക്കും. അങ്ങനെ ഏകദേശം ജൂൺ ജൂലൈ ആ ഒരു മാസത്തിന് മുന്നേ ഏകദേശം ഒരു 6-7ഓളം പരീക്ഷകൾ നമുക്ക് PSC വിളിക്കും. കുറേയൊക്കെ വിളിച്ചു, കുറേ ഇനി വിളിക്കും. അപ്പം അതെല്ലാം ഉണ്ട്. അപ്പം അതിനേക്ക് വേണ്ടി ഇപ്പം ഓണത്തിന് ഓഫ് കോഴ്സ് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് പഠിക്കാനായിട്ട് കൃത്യമായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഏകദേശം ഒരു 2 to 3 വീക്സ് ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഫുൾ അറ്റൻഷനോട് കൂടി പഠിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ, സെപ്റ്റംബർ ഓൾറെഡി ഒരു 10 വരെയായി, 10ാം തീയതി വരെയായി. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിന് നമുക്ക് വീണ്ടും ഒരു റീസെറ്റ് ചെയ്ത് പഠിത്തത്തിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ ടൈം ടേബിളെല്ലാം കൊളായിപ്പോയി. ഒരു 3 വീക്സ് ഗ്യാപ്പ് വന്നപ്പോഴത്തേക്കും ഇനിയിപ്പം പുതിയതായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം. അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഡെയിലി PYQs പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ PYQs ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ കറണ്ട് അഫയേഴ്സ് നോക്കുന്നുണ്ടായിരുന്നു. ബാക്കി കുറേ കാര്യങ്ങൾ, GKയുടെ കാര്യങ്ങൾ എല്ലാം പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അതെല്ലാം ഇനിയിപ്പം ഒന്ന് തുടങ്ങണം. ഞാൻ PYQ ചെയ്യുന്ന ബുക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. ഞാൻ ഇംഗ്ലീഷിൻ്റെ ബുക്കും ലളിതം മലയാളം എന്ന് പറഞ്ഞ ഒരു ഫ്രാഞ്ചൈസിയുടെ ബുക്കാണ് മാത്സിൻ്റെയും മലയാളത്തിൻ്റെയും യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൻ്റെ ബുക്ക് അല്ലാതെ ഒരു ബുക്കാണ്. ഇതെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഞാൻ ലക്ഷ്യയുടെ ഗൈഡാണ് യൂസ് ചെയ്ത് പഠിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്. എങ്ങനെയാണ് നമ്മൾ 10th ലെവലിനും ഡിഗ്രി ലെവലിനും കൂടെ പഠിക്കേണ്ടത്, ഒന്നിച്ച് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏറ്റവും 2ലും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അങ്ങനെ കുറേ ടോപ്പിക്സ് 2ലും കോമൺ ആയിട്ട് വരുന്ന കുറേ ടോപ്പിക്സ് ഉണ്ട്. അതാദ്യം കവർ ചെയ്യുക. പിന്നെ SCERT കവർ ചെയ്യുക. SCERT കവർ ചെയ്ത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ NCERT കൂടെ കവർ ചെയ്യുക. ഇതാണ് ഒരു ബേസ് എന്ന് പറയുന്നത്. ഒരു ഗൈഡ്, പിന്നെ SCERT, പിന്നെ NCERT. ഇതാണ് നമ്മുടെ ഏറ്റവും ബേസ്. ഇത് നമ്മൾ കവർ ചെയ്ത് നമ്മുടെ ബേസ് സ്ട്രോങ് ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്സ്, നമുക്ക് ഏറ്റവും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്ന കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്സ്, പിന്നെ കുറച്ച് പഠിച്ച് ഒരു സിലബസിൻ്റെ 50 to 60% ആയി കഴിയുമ്പോഴത്തേക്കും PYQs സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഈ ജോലികളിപ്പം തുണികൾക്കാണെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ് കേൾക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് പഠിക്കുന്നത്. ആക്ച്വലി ഇരുന്ന് പഠിക്കാനായിട്ട് സമയം കിട്ടുന്നത് രാത്രിയിൽ മാത്രമാണ്, അല്ലെങ്കിൽ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ്. ബാക്കിയുള്ള സമയത്ത് ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് പഠിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ PYQ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയൊരു ബുക്കാണ് ഇംഗ്ലീഷിൻ്റെ. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൻ്റെ PYQs ചെയ്യുന്നത്. പിന്നെ മാത്സും മലയാളം ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ലളിതം മലയാളത്തിൻ്റെ പുതിയ ബുക്ക് ഈ വർഷം മേടിച്ചതാണ്. അത് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അധികം യൂസ്ഫുള്ളാണ്. PYQs നമ്മൾ 10 എണ്ണം വെച്ച് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് സമയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്ത് നോക്കാം. എനിക്കിപ്പോൾ അത്രയും സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ 10 മലയാളത്തിൻ്റെയും 10 ഇംഗ്ലീഷിൻ്റെയും 10 മാത്സിൻ്റെയും PYQs ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കാര്യം മനസ്സിലായത്, എനിക്ക് ചില സമയത്ത് 7 മാർക്ക് കിട്ടും, ചില സമയത്ത് എനിക്ക് 4 മാർക്ക് കിട്ടും. അങ്ങനെ എനിക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ചില എക്സാംസ് എനിക്ക് പാടായിരിക്കും, പക്ഷേ നമുക്ക് സ്റ്റിൽ നമുക്കൊരു 5ന് മേലെ കിട്ടുന്ന തരത്തിലേക്ക് ഉയരണം. എൻ്റെ മാത്സ് ഞാൻ ഈടായിട്ട് കുറേ ചെയ്യുന്നില്ല, അതുകൊണ്ട് മാത്സ് ഭയങ്കരമായിട്ട് വീക്കായി പോകുന്നുണ്ട്. ഇത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു കുക്കിംഗ് ആണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, ഠോക്കല എന്ന് പറയും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. വൈകുന്നേരം 4 മണി പലഹാരം. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും ഞാൻ ക്ലാസ് കേട്ടുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ കയ്യിലൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ട്. ഇനി അതിനെപ്പറ്റി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇതിപ്പോൾ ലേറ്റ് നൈറ്റാണ്.
12 to 2 o'clock ഇന്നലെ വൈകുന്നേരം രാത്രി കിട്ടുന്നായിരുന്നു. 2 ആയപ്പോഴത്തേക്കും പിന്നെ കുഞ്ഞ് കരഞ്ഞു. പിന്നെ ഞാൻ എഴുന്നേറ്റ് അവിടെ അടുത്ത് പോയി. ഞാൻ ഉറങ്ങിപ്പോയി. കുറച്ചുകൂടെ നേരം ഇരിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമ്മൾ ഓഫ് കോഴ്സ് ഓണത്തിൻ്റെ കുറേ ബ്രേക്കൊക്കെ കഴിഞ്ഞ് റീസെറ്റ് ചെയ്യാൻ കുറേ പാടാണ്. നമ്മുടെ മൈൻഡ് ആ ഒരു ബ്രേക്കിനകത്തായിരിക്കും. കുറേ ഫൺ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനുശേഷം നമ്മുടെ ബ്രെയിനിനെ തിരിച്ച് നമ്മുടെ പഠിത്തത്തിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് നമുക്ക് പഴയ പോലെ തന്നെ അത്രയും ലേറ്റായിട്ട് ഇരിക്കാനായിട്ട് പാടാണ്. ഇതിപ്പോൾ ഞാൻ ഒരു 2 o'clock വരെ ഇരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. കേരള ഗവേണൻസ് എന്ന് പറയുന്ന കുറച്ച് പാടായിട്ടുള്ളൊരു ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നോക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ്. കഴിഞ്ഞ LDCയുടെ സമയത്ത് എനിക്ക് എഴുതി വെച്ച നോട്ട്സാണ്. ഇത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.